ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 10ാം ക്ലാസ് ബയോളജിയിലെ കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന ചാപ്റ്ററിൽ ക്യാൻസർ എന്ന പോർഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഭാഗത്തു നിന്ന് കുറേ ആയിട്ട് ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതിലൊരു ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഞാൻ വായിക്കാം. അനലൈസ് ദ ഹിന്റ് ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അനലൈസ് ദ ഹിന്റ് ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതായത് താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിൽ ഒരു ഡിസീസിന്റെ ഏതൊരു ഡിസീസിന്റെ ഹിന്റും തന്നിട്ടുണ്ട്, സൂചന തന്നിട്ടുണ്ട്. ആ സൂചന എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദർ സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. ഇതുണ്ടാവുന്നത് അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് അനിയന്ത്രിതമായിട്ട് വിഭജിക്കുന്നത് കൊണ്ടും അത് മറ്റു കലകളിലോട്ട് വ്യാപിക്കുന്നത് കൊണ്ടുമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് രോഗത്തിനെ കുറിച്ചുള്ള സൂചനയാണെന്ന്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഡിസീസ് ഇസ് മെൻഷൻഡ് ഹിയർ? ഇവിടെ സൂചിപ്പിക്കുന്ന ഡിസീസ് രോഗം ഏതാണെന്ന്. അപ്പൊ നമുക്കറിയാം അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലെ, സെൽസ് നമ്മുടെ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വിഭജിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഇത് ക്യാൻസർ. അടുത്തതിന് സബായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി കോസസ് ഓഫ് ദിസ് ഡിസീസ്? ഈ ഡിസീസിന്റെ കോസസ്, കാരണങ്ങൾ എന്താണെന്ന്. അപ്പൊ മെയിൻ കോസ് നമുക്കറിയാം സെൽസ് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷെ ആ ഒരു കോസ് അവർ ഓൾറെഡി ഹിന്റ് ആയിട്ട് ചോദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതല്ലാത്ത ബാക്കി എന്തെല്ലാം കാരണങ്ങളായിരിക്കും ഈ ഡിസീസ് വരാൻ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെ കാരണങ്ങളാണ് നമുക്കറിയാം. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, പരിസ്ഥിതി ഘടകങ്ങളുണ്ട്. പിന്നെയോ വൈറസ്, അതേപോലെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, പാരമ്പര്യ ഘടകങ്ങളും പരിസ്ഥിതി ഘടകങ്ങളും, സ്മോക്ക്, റേഡിയേഷൻ, വികിരണം, ഇതൊക്കെ എന്താണ് ഈ രോഗം വരാനുള്ള കാരണമാണ്. പിന്നെ അതിന്റെ സബായിട്ട് വരുന്ന അടുത്ത സി, നെയിം ദ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഫോർ ദിസ് ഡിസീസ്. ഈ ഡിസീസിന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഈ ഡിസീസിനെതിരെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് നിലവിലുണ്ട്? മെയിൻ ആയിട്ട് 3 ട്രീറ്റ്മെന്റ് നമുക്ക് പഠിക്കാനുള്ള. ഒന്ന് സർജറി, രണ്ടാമത്തേത് റേഡിയേഷൻ വികിരണ ചികിത്സ, പിന്നെ രാസചികിത്സ അല്ലെങ്കിൽ കീമോതെറാപ്പി. റേഡിയേഷൻ, സർജറി ആൻഡ് കീമോതെറാപ്പി, ഇത് 3 ട്രീറ്റ്മെന്റ്സ്.